നമസ്കാരം. ഇന്ന് ആലപ്പുഴ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയാം. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ആലപ്പുഴ തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖങ്ങൾ വിഴിഞ്ഞം, കൊല്ലം, പുറക്കാട് എന്നിവയായിരുന്നു. പുറക്കാട് തുറമുഖം ക്ഷയിച്ചപ്പോൾ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ആലപ്പുഴ. 1792 ഈ തുറമുഖം വിദേശ വ്യാപാരികൾക്കായി തുറന്നു കൊടുത്തത്. 18-ാം നൂറ്റാണ്ടിൽ ഒരു വിളക്കുമരം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതായി കരുതപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഇപ്പോഴുള്ള വിളക്കുമാടം നിർമ്മിക്കാനുള്ള പ്രവർത്തികൾ തുടങ്ങിയത്. 1860 ഏപ്രിൽ 26 കല്ലിടിയിൽ കർമ്മം ചെയ്ത് മിസിസ് മൗ കൗഫ്രോഡ് എന്ന സ്ത്രീയായിരുന്നു ഇത്രേ. 1861 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയായി. അന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ പ്രവേശനമുണ്ട്. മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 10 ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ കൊടുക്കണം. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പാദരക്ഷകൾ വെളിയിൽ സൂക്ഷിക്കുക. ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളും മറ്റും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ലൈറ്റ് ഹൗസുകളിലെ ഒരു മാപ്പും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ലൈറ്റ് ഹൗസിൻ്റെ പൂർണ്ണമായ ചുമതല നിർവഹിച്ചു വരുന്നത്. വളരെ ഇടുങ്ങിയ ഗോവേണിയുള്ള ഒരു പഴയകാല വിളക്കുമാടമാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. തേക്കിൻ തടികളാൽ നിർമ്മിതമായ പഴയ ഒരു ഗോവേണിയാണ്. അത് ചുറ്റിലൂടെ കടന്നു പോകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പ്രായം ചെന്നവർക്ക് കടന്നു പോകാൻ അല്പം പാടുപെടുന്ന തരത്തിൽ 1 മീറ്ററിനടുത്തുള്ള അകലമുള്ള തേക്കിൻ തടികളാൽ നിർമ്മിതമായ ഗോവേണിയാണ്. വളരെ ഭാരമുള്ളവർക്കും വാർദ്ധക്യ സഹജമായ അസുഖമുള്ളവർക്കൊക്കെ ഈ കുത്തനെയുള്ള ഗോവേണി കയറി ചെല്ലാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അകത്തേക്ക് അല്പം ലൈറ്റിൻ്റെ കുറവുണ്ട്. മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏകദേശം 108-105 പടികളോളമാണ് ഈ ഗോവേണിയുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിച്ചേരുമ്പോൾ പിന്നെ ഒരു ചെറിയ ഇരുമ്പിൻ്റെ ഗോവേണിയുണ്ട്. ആ ഗോവേണി തന്നെ കടന്നു പോകാൻ മുതിർന്നവർക്കൊക്കെ വളരെ പാടായിരിക്കും. അതിങ്ങനെ മുകളിലേക്ക് എത്തിച്ചേർന്ന് ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള സ്ക്വയറിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിളക്കുമാടത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ലൈറ്റ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോഗ്രാഫി നമുക്ക് എടുക്കാൻ അനുവാദമില്ല. മുകളിൽ കടന്നു ചെല്ലുമ്പോൾ ആലപ്പുഴയുടെ വിശാലമായ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. കടലും ആലപ്പുഴ നഗരവും കായൽക്കാറ്റും കായൽ പരപ്പുമൊക്കെ, വേമ്പനാട് കായലുമൊക്കെ ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. 1960 വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് മേഴ്സേഴ്സ് BT പാരീസ് നിർമ്മിച്ച ഉപകരണം ഉപയോഗിച്ച് തുടങ്ങിയത്. 1960 ആഗസ്റ്റ് 4-നും 1998 ഏപ്രിൽ 8-ന് ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത സംവിധാനം ഉപയോഗിച്ച് ഇത് പ്രവർത്തിച്ചു തുടങ്ങി. 1998 ഡിസംബർ 30 മുതൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനവും ഡയറക്റ്റ് ഡ്രൈവ് സംവിധാനവും നിലവിൽ വന്നു. ഇൻകാൻഡൻസെൻ്റ് ദീപങ്ങൾ 1999 ഫെബ്രുവരി 28-ന് മെറ്റൽ ഹാലൈഡ് ദീപങ്ങൾ വഴിമാറി. ഏകദേശം 28 അടി ഉയരമുള്ള ഈ വിളക്കുമാടത്തിന് 105ഓളം തേക്കിൻ തടിയിൽ നിർമ്മിതമായ ചവിട്ടുപടികളുണ്ട്. ഇത് കടന്നു വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ. ഇവിടെ മുകളിൽ എത്തിച്ചേരുമ്പോൾ ഇന്ന് അവധി ദിവസം അല്ലെങ്കിൽ കൂടി തന്നെ ഇപ്പോൾ വൈകിട്ട് 6 മണിയടുത്ത് അടുക്കാറായിരിക്കുന്നു. 6 മണി വരെയുള്ളൂ ഇവിടെ സന്ദർശനം. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഫോട്ടോഗ്രാഫിയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. വിശാലമായ കടൽപ്പരപ്പും റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്തുള്ള ബൈപ്പാസുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനോഹരമായി കാണാൻ കഴിയും. ആലപ്പുഴ നഗരത്തിൻ്റെ സൗന്ദര്യം ഇവിടെ നിന്ന് കൃത്യമായിട്ട് നുകരുവാനും ആസ്വദിക്കാനും പറ്റും. ഈ കാണുന്നതാണ് ലൈറ്റ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ ഫോട്ടോഗ്രാഫി നമുക്ക് ഇവിടെ നിന്ന് അകത്തെ ലൈറ്റിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാനാവില്ല. ചുറ്റുമുള്ള ഫോട്ടോകളൊക്കെ എടുക്കാം. അതിന് നേരത്തെ പറഞ്ഞിരുന്നു 10 രൂപയാണ് ഫോട്ടോഗ്രാഫിക്ക് കൊടുക്കേണ്ടത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ആർക്കും ഇവിടെ കടന്നു വരാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാർ ഇവിടെ എത്തിച്ചേരാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ളവർക്കെല്ലാം കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്ന് ഈ ലൈറ്റ് ഹൗസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. സിലിണ്ടർ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മേസണറി രൂപത്തിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ. ഇതിൻ്റെ ഉയരം 30 മീറ്റർ ആണെങ്കിൽ എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ റേഞ്ച് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന റേഞ്ച് 3.5 കിലോമീറ്ററാണ്. മാത്രമല്ല 15 സെക്കൻഡിനുള്ളിൽ 2 പ്രാവശ്യം പ്രകാശം തെളിക്കുകയാണ് ഇവിടെ സംഭവിക്കുക. അത് ദൂരെ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ഇപ്പോൾ 6 മണിക്ക് ശേഷം ഇവിടെ
ലൈറ്റ് പ്രവർത്തിച്ചു തുടങ്ങും. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാൽ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ നല്ല കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾക്കും അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന് ഈ ലൈറ്റ് ഹൗസിൻ്റെയും ചുറ്റുമുള്ള നഗരഹൃദയത്തിൻ്റെയൊക്കെ സൗന്ദര്യം മനോഹരമായ രീതിയിൽ ആസ്വദിക്കാവുന്നതാണ്. കേരളത്തിലെ നീണ്ട തീരപ്രദേശമുള്ള ജില്ലയായ ആലപ്പുഴയിൽ നേരത്തെ 2 വിളക്കുമാടങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ആലപ്പുഴ വല്ലിഴിക്കലും ഒന്ന് വന്നു ചേർന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് ആലപ്പുഴ പട്ടണത്തിലും അന്ധകാര നഴിക്ക് സമീപത്തുള്ള 2ാമത്തെ വിളക്കുമാടമായ മനക്കോടം വിളക്കുമാടവുമായിരുന്നു. ആലപ്പുഴ വിളക്കുമാടം 1862 നിർമ്മിച്ചെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ ദിവസവും എത്തിച്ചേരുന്നുണ്ട്. തിങ്കളാഴ്ച അവധി ദിവസമാണ്. സാധാരണ ദിവസങ്ങളിൽ 1500 മുതൽ 1630 വരെയാണ് സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നതും അനുവദിക്കുന്നതും. തിരിച്ച് നമ്മൾ ഇറങ്ങുന്നതും ഈ ഇടുങ്ങിയ കോവേണി വഴിയാണ്. 2 പേർക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ വളരെ പാടായിരിക്കും. മാത്രമല്ല ഈ ലൈറ്റിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും ഈ വിളക്കുമാടം നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുക എന്നുള്ളത്. ഏകദേശം 28 അടി 30 അടി ഉയരമുള്ള ഈ വിളക്കുമാടത്തിലാണ് നമ്മളിപ്പോൾ അകത്തേക്ക് പോയി തിരികെ വന്നത്. ഈ വിളക്കുമാടത്തിന് ചുറ്റും ഇങ്ങനെ നടന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ കുട്ടികൾക്കുള്ള ഒരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഗ്യാലറിയും ചെറിയൊരു മ്യൂസിയവും പഴയകാലത്തെ വിളക്കുമാടത്തിൻ്റെ മ്യൂസിയം എന്ന് വെച്ചാൽ ഇവിടെ സൂക്ഷിച്ചിരുന്ന പഴയകാല വിളക്കിൻ്റെ പ്രദർശനമൊക്കെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ ചുറ്റിൽ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സൗജന്യമായി തീർത്തും കാണാൻ കഴിയുന്നതാണ്. കുട്ടികളുടെ പാർക്കിൽ കുട്ടികളൊക്കെ ഉല്ലസിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ കുറേ പാറകൾ നിരത്തിയിട്ടുണ്ട്. അതിൽ അക്യുപഞ്ചർ ചികിത്സാ രീതി എന്ന് പറയുന്ന കാൽപാദത്തിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അതിലേക്കൂടെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്കും അതിലേക്കൂടെയൊക്കെ എല്ലാവർക്കും തന്നെ നടന്നു പോകാവുന്നതാണ്. ഏതായാലും ഈ അവസരം പാഴാക്കാതെ തീർച്ചയായും നിങ്ങൾ ഈ വിളക്കുമാടം സന്ദർശിക്കുക. നന്ദി.